നമസ്കാരം. വയനാട് ദുരന്തബാധിതരെ അവഹേളിച്ച് മുരളീധരൻ. സഹായമില്ല, അപമാനമുണ്ട്. നശിച്ചത് 3 വാർഡുകൾ മാത്രമെന്ന് മുരളീധരൻ. ഇന്നത്തെ മാധ്യമങ്ങളിൽ ചിലതിലെ വാർത്തകളാണ്. വയനാടിന് കേന്ദ്ര സഹായമില്ല എന്നുള്ള വ്യാജ പ്രചരണവുമായിട്ട് ഇന്ത്യ മുന്നണിക്കാർ ഹർത്താൽ നടത്തിയ ഇന്നലെ യാഥാർത്ഥ്യം തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് മലയാളത്തിലെ ചാനലുകളും പത്രങ്ങളും നൽകിയിട്ടുള്ള തലക്കെട്ടുകൾ അതാണ് ഞാൻ വായിച്ചത്. ദി ഹിന്ദു അടക്കം ഇടതുപക്ഷ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഏതാണ്ട് സമാനമായിട്ടുള്ള തലക്കെട്ടുകൾ നൽകി. ഈ വാർത്തയുടെ വക്രീകരണം എന്നുള്ളത് അതെന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞ വായിച്ചതൊക്കെ. ഞാൻ മാധ്യമപ്രവർത്തകരെ മാപ്ര എന്നൊന്നും വിളിക്കാൻ തയ്യാറില്ല. ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിന് ആവശ്യമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ തീർത്തും നിരുത്തരവാദപരവും പക്ഷപാതപരവും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ചുള്ളതുമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം അതാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാനും വയ്യ. ഞാൻ വാർത്താ സമ്മേളനത്തിലേക്ക് വരാം. 4 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് അധിക ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. ഉന്നതതല കേന്ദ്ര സമിതി അതിൻ്റെ റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2, അധിക ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, അതായത് ദുരന്താനന്തര ആവശ്യങ്ങൾ വിലയിരുത്തിയ റിപ്പോർട്ട്, ആ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് റിപ്പോർട്ട് 4 മാസം കഴിഞ്ഞിട്ടും കേരള സർക്കാർ കേന്ദ്രത്തിൽ നൽകിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത് മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. മുഖ്യമന്ത്രി അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുശേഷം അത് സമർപ്പിക്കും. അതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, വീട് നഷ്ടമായ 1000-ലധികം ആളുകൾക്ക് അവർക്ക് വീട് നൽകാം എന്ന് സന്നദ്ധരായി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സന്നദ്ധ സംഘടനകളും വ്യക്തികളും വന്നു. പക്ഷെ അവർക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. അതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. 4ാമത്തെ കാര്യം, ജൂലൈ 30 നടന്ന ദുരന്തത്തിൻ്റെ പേരിൽ നവംബർ 19, അതായത് ഇന്ന് പാലക്കാട് വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ടു തലേന്ന് ഇന്നലെ ഹർത്താൽ നടത്തുന്നത് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ്. ഈ 4 പോയിൻറ്റ്സാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പകരം ഞാൻ ആദ്യം വായിച്ച തലക്കെട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏഷ്യാനെറ്റിലെ സലാം പി ഹൈദ്രോസ് എന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് ഈ വാർത്ത സൃഷ്ടിച്ചത്. ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയപ്പോൾ കേന്ദ്രം സഹായിച്ചില്ലല്ലോ എന്നാണ് സലാം പി ഹൈദ്രോസ് പറഞ്ഞത്. അതിന് എൻ്റെ മറുപടി ഞാൻ പറഞ്ഞു, ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞ് അതിനെ വലിയൊരു ഇതാക്കുന്നതിന് പകരം വസ്തുത ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളാണ് ദുരന്തബാധിതം എന്നാണ്. ആ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം കേരള സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ രേഖയെ ഉദ്ധരിച്ചാണ് ഞാനത് പറഞ്ഞത്. ഇതാണ് ആ രേഖ. പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ടിങ്കു ബിസ്വാൾ IAS കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. ആ കത്തിൽ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ദി വാർഡ് നമ്പേഴ്സ് 10, 11 and 12 of Mepadi Grama Panchayat is notified as disaster affected, and the Honorable Chief Minister requested the Honorable Prime Minister to declare the disaster as a disaster of a severe nature. എന്ന് വെച്ചാൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളാണ് ദുരന്തബാധിതം എന്നാണ്. നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയ കത്തിൽ പറയുന്നില്ല. അത് ഉദ്ധരിച്ച് ഞാൻ ദുരന്തബാധിതരെ അവഹേളിച്ചെങ്കിൽ ആദ്യം അവഹേളിച്ചത് സംസ്ഥാന റവന്യൂ വകുപ്പാണ്.
ടിങ്കു ബിസ്വാൾ IAS മാപ്പ് പറയുമെങ്കിൽ ഞാനും മാപ്പ് പറയാം. കാരണം ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ച് കാണുകയല്ല ഞാൻ ചെയ്തത്. മാധ്യമപ്രവർത്തകൻ്റെ അതിശയോക്തിപരമായിട്ടുള്ള പരാമർശം, ആ പരാമർശത്തെ വസ്തുതാപരമായി തിരുത്തുകയാണ് ഞാൻ ചെയ്തത്. ആ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടവർക്കത് ബോധ്യമാവും. മുരളീധരൻ ദുരന്തബാധിതരെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ചാടിയിറങ്ങിയ ടി സിദ്ദിഖ് MLA പറയാനുള്ളത്, മേപ്പാടിക്കാരോട് താങ്കളാണ് മാപ്പ് പറയേണ്ടത് എന്നാണ്. തീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിരിക്കെ ചൂരൽമല പോലുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ആളപായം ഒഴിവാക്കാനും ഒന്നും ചെയ്യാതിരുന്ന മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നതാരാ? കോൺഗ്രസ്സാണ്. ദുരന്തശേഷം ക്യാമറകൾക്ക് മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞ സിദ്ദിഖ് MLA ദുരന്തത്തിന് മുമ്പ് എവിടെയായിരുന്നു? വൾണറബിൾ ആയിട്ടുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്തം താങ്കളടക്കമുള്ള ജനപ്രതിനിധികൾക്കുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? ദുരിതബാധിതർക്ക് പുഴുവരിച്ച അരി വിതരണം ചെയ്തത് താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്താണ്. അതുകൊണ്ട് സിദ്ദിഖ് MLA എന്നെ മാപ്പ് പറയിക്കാൻ വരേണ്ട. ഇനി വേറൊരു വാർത്ത കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച 658.42 കോടിയിൽ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്ന് ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള 291.2 കോടി അടക്കം സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലെ 388 കോടി, ഈ 388 കോടി നേരത്തെ കിട്ടിയതല്ല. ഈ ദുരന്തത്തിന് ശേഷം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രം നൽകിയതും സംസ്ഥാന വിഹിതവും ഉൾപ്പെടെ 388 കോടിയുണ്ട്. അതിന് പുറമെയാണ് ഈ 688 കോടി 40.42 കോടി മുഖ്യമന്ത്രിക്ക് പല ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം സംഭാവന ചെയ്തിട്ടുണ്ട്, രാജ്യത്തെ ജനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി എത്രയായി? 1000-ലധികം കോടി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ വന്നു. മഹാപ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പണത്തിൽ നിന്ന് ചട്ടങ്ങൾ ലംഘിച്ച് മുൻ MLA KK രാമേന്ദ്രൻ നായരുടെയും NCP നേതാവ് ഉടവൂർ വിജയൻ്റെയും കുടുംബത്തിന് പണം നൽകിയത് നമ്മൾ കണ്ടതാണ്. ചൂരൽമല ദുരന്തത്തിന് ശേഷം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിച്ച മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കും എന്നാണ്. ടൗൺഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പോലും പിണറായി സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ദുരന്ത നിവാരണത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകളിൽ നിക്ഷിപ്തമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ 3 വാർഡ് പുനർനിർമ്മിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാരിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതുകൊണ്ട് മാപ്രകൾ എന്ന് ഞാൻ വിളിക്കാത്ത മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, CPM-നെ സഹായിക്കാൻ, സത്യത്തെ വക്രീകരിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങൾ സത്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ്. ജനപക്ഷത്ത് നിന്നുള്ള ചിന്തകൾ, ആ ചിന്തകൾ പങ്കുവെക്കാനാണ് VM ടോക്സ് എന്ന ഈ യൂട്യൂബ് വ്ളോഗ് ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുന്നു.